സുഭാഷിതം. യെശയ്യാ പ്രവചനം 29 അധ്യായത്തിന്റെ 13 വാക്യമാണ് ഇന്നെന്നെ ചിന്തിപ്പിച്ചത്. യഹോവയായ ദൈവം യെശയ്യാവിൽ കൂടെ യെരുശലേമിൽ പാർക്കുന്ന യഹൂദ ജനത്തോട് അരുളി ചെയ്തത്: ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയത്രേ. The Lord says, these people come near to me with their mouth and honor me with their lips, but their hearts are far from me. Their worship of me is based on merely human rules they have been taught. ദൈവത്തിന്റെ ജനം എപ്പോഴും ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അവിടുന്ന് നമ്മുടെ പിതാവാണ്. നമ്മുടെ മക്കൾ നമ്മെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് മനുഷ്യരായ നാം ആഗ്രഹിക്കുന്നത് പോലെ ദൈവവും നമ്മെക്കുറിച്ച് അത് തന്നെ ആഗ്രഹിക്കുന്നു. ഇവിടെ ജനം ബഹുമാനിക്കുന്നതിനായി അടുത്ത് ചെല്ലുന്നുണ്ട്. അവർ ബഹുമാനിക്കുന്ന വിധമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വായ് കൊണ്ടും അതരം കൊണ്ടുമാണ് ബഹുമാനിക്കുന്നത്. ചില മനുഷ്യർ നമ്മോട് സ്നേഹം പ്രകടിപ്പിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യുമ്പോഴും നാം മാറി നിന്ന് പറയാറില്ലേ, ഇതൊക്കെ പറഞ്ഞാലും അവരുടെ വാക്കുകൾക്ക് ആത്മാർത്ഥത ഇല്ല എന്ന്. കാരണം അവരുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ല എന്നർത്ഥം. മനുഷ്യരായ നാം അത് മനസ്സിലാക്കുമ്പോൾ നമ്മെ സൃഷ്ടിച്ച ദൈവം എത്ര അധികമായി അറിയും. ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നു. നമ്മുടെ ഓരോ വാക്കുകളും എവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നതെന്ന് ദൈവം മനസ്സിലാക്കുന്നു. ഹൃദയം കൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ഇന്ന് പലപ്പോഴും ഇത് വളരെ വ്യക്തമായി അനുഭവിച്ചറിയുവാൻ കഴിയുന്നു. മാനുഷിക രീതിയിലും കൽപ്പനകളിലും ആചാരങ്ങളിലും മുഴുകി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജനം ഉച്ചത്തിൽ പാടുകയും വിളിച്ചപേക്ഷിക്കുകയും ആരാധിക്കുകയും സ്തോത്രം ചെയ്യുകയും പല പ്രകടനങ്ങൾ ചെയ്യുന്നതും കാണുവാൻ കഴിയും. ചിലരോടെങ്കിലും ദൈവം പറയുന്നത്, നിങ്ങളുടെ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, ബഹുമാനിക്കുന്നു, എങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു എന്ന്. മനുഷ്യന്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരാണ് വായ് കൊണ്ടും അതരം കൊണ്ടും ദൈവത്തെ ബഹുമാനിക്കേണ്ടത്. ദൈവത്തെ വിശ്വസിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ആരാധിക്കുന്നതിനും മാനുഷിക കൽപ്പനകളോ നിയമങ്ങളോ ആചാരങ്ങളോ സമ്പ്രദായങ്ങളോ ബാധകമല്ല. ഒരിക്കൽ യേശു കർത്താവ് ശാസ്ത്രിമാരോടും പരീശന്മാരോടും ഇങ്ങനെ ചോദിച്ചു: നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? നാം വായിച്ച വചനം തന്നെ കർത്താവ് അവിടെ ഉദ്ധരിക്കുന്നു. നാം എങ്ങനെയാണ് ദൈവത്തെ ബഹുമാനിക്കേണ്ടതെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി 22:37 പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ വായിൽ നിന്നും അധരത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ ദൈവത്തിന് സുഗ്രാഹ്യമായിരിക്കും. അതിനായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് വസിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ അങ്ങയെ സ്നേഹിപ്പാനും ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. കൃപയാൽ നടത്തി